ഹലോ ഗൈസ്, വെൽക്കം ടു ട്രൈറ്റിംഗ് ഇൻസൈറ്റ്സ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാളുകളായി നിറഞ്ഞു നിൽക്കുന്നത് ദിയ കൃഷ്ണയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. നടൻ കൃഷ്ണകുമാർ സിനിമയിലുണ്ടെങ്കിലും മൂത്ത മകൾ അഹാന കൃഷ്ണ അഭിനയത്തിൽ ചുവടുറപ്പിച്ചതോടെയാണ് താരകുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ചർച്ചയായി തുടങ്ങിയത്. മൂന്ന് അനിയത്തിമാരുടെ ചേച്ചി എന്ന നിലയിൽ പക്വതയുള്ള ആളാണ് അഹാനയെന്ന് കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും ഒരുപോലെ പറയാറുണ്ട്. എന്നാൽ രണ്ടാമത്തെ മകളായ ഓസി എന്ന് വിളിക്കുന്ന ദിയയാണ് ഇവരിൽ നിന്നും അല്പം വ്യത്യസ്തമായി ജീവിക്കുന്നത്. ഓസിയെക്കുറിച്ച് സഹോദരിമാരുടെ അഭിപ്രായവും ഇത് തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓസിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. അനീതിയുടെ വിവാഹത്തിന് മുന്നിൽ നിന്ന് ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങളെല്ലാം ചെയ്തത് അഹാന തന്നെയായിരുന്നു. ശരിക്കും ഒരു ചേച്ചിയുടെ സ്നേഹവും വാത്സല്യവുമൊക്കെ അഹാനയുടെ പ്രവർത്തികളിൽ ഉണ്ടായിരുന്നുവെന്നാണ് ആളുകൾ പറയുന്നത്. എന്നാൽ ദിയയുടെ ദേഷ്യയും വാശിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലം തനിക്കുണ്ടായിരുന്നുവെന്ന് അഹാന ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സിനിമയിലെത്തിയ തുടക്കകാലത്ത് അഹാന പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വൈറലാകുന്നത്. ഒരിക്കൽ അനിയത്തിയായ ദിയയെ കൊല്ലണമെന്ന് വിചാരിച്ച് താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചും ശേഷം സംഭവിച്ചതിനെക്കുറിച്ചുമാണ് അഹാന പറയുന്നത്. ദിയയുടെ വിവാഹത്തോടനുബന്ധിച്ച് ഈ അഭിമുഖം വീണ്ടും വൈറലായിരിക്കുകയാണ്. അഹാന പറയുന്നത് ഇങ്ങനെയാണ്: ഇതെന്റെ രണ്ടാമത്തെ അനിയത്തി ദിയ. ദിയെ ഞങ്ങൾ ഓസി എന്നാണ് വിളിക്കുന്നത്. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഓസിയുമായിട്ടാണ്. ഇവൾ ജനിച്ചൊരു 7-8 ദിവസമായപ്പോൾ ഈ പണ്ടാരം എങ്ങനെയെങ്കിലും ചാവുന്നെങ്കിൽ ചാവട്ടെ എന്ന് കരുതി ഒരു പോപ്പി കൂടെ എടുത്ത് തലക്കിട്ട് ഒരു അടി കൊടുത്തു. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് അവൾക്കൊന്നും പറ്റിയില്ല. പകരം അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഡസൻ അടി എനിക്കങ്ങ് കിട്ടി. അതിലുപരി ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും അഹാന പറയുന്നു. അതേസമയം പരസ്പരം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ പോലെ ജീവിക്കുന്ന 4 സഹോദരിമാരാണ് അഹാനയുടേത്. ഈ പ്രായത്തിലും എല്ലാവരും ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നതെന്നും അത്രത്തോളം സ്നേഹവും അടുപ്പവും തങ്ങൾക്കിടയിലുണ്ടെന്നും നടി പറഞ്ഞിരുന്നു. കൂടുതൽ ഒരാൾ വിവാഹിതയായി മറ്റൊരു കുടുംബത്തിലേക്ക് പോയതിൻ്റെ വേദനയുണ്ടെന്നും അടുത്തിടെ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൂടെ താരപുത്രിമാർ പറഞ്ഞിരുന്നു. ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ സുഹൃത്തായ അശ്വിൻ ഗണേഷിനെയാണ് ദിയ വിവാഹം കഴിച്ചത്. സഹോദരി അഹാന കരിയറിൽ ഫോക്കസ് ചെയ്യുന്നതിൽ ഉടൻ വിവാഹം കഴിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. ഇതാണ് ദിയ ചേച്ചിയേക്കാൾ മുൻപ് വിവാഹം കഴിക്കാനുള്ള കാരണവും.